പ്രഖ്യാപിച്ചാൽ, ആ വചനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈശോ പ്രഖ്യാപിച്ച പോലെ തന്നെ മത്തായി 4:4 ഈശോ പ്രഖ്യാപിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. മൂന്നാമത് ഈശോ പറഞ്ഞു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇത് മൂന്നും നിയമാവർത്തനം 6 നിന്നും നിയമാവർത്തനം 8 നിന്നും ഈശോ പറക്കിയെടുത്ത് അതുപോലെ കോട്ട് ചെയ്ത് ഉദ്ധരിച്ച വചനമാണ്. ഈശോ പറയാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രയാസം, എന്ത് പ്രശ്നമാണ് ജീവിതത്തിലുള്ളതെങ്കിലും അതിന് തത്തുല്യമായ വചനങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട്. അതെടുക്കണം, പ്രഖ്യാപിക്കണം, ഉറക്കെ പറയണം വീട്ടിലിരുന്നിട്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം രൂപപ്പെടും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. ആണോ? ഇത് ദൈവം അരുളി ചെയ്ത വാക്കാണ്. ആണോ? അപ്പൊ ദൈവത്തിൻ്റെ വാക്ക് നമ്മുടെ നാവിൽ വിശ്വാസത്തോടെ നമ്മൾ വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് ഉച്ചരിച്ചാൽ അത് ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി അതിനുണ്ടാവും. അത് ദൈവം